ഇസ്രായേലിനെതിരെ റഷ്യ യുദ്ധത്തിനിറങ്ങുമോ എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ പാലസ്തീൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ചോദ്യം ചെയ്ത രാജ്യങ്ങളിൽ റഷ്യ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. തുർക്കിയോട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ റഷ്യ ഉന്നയിച്ചത്. പാലസ്തീനിലെ ആശുപത്രി അക്രമത്തോടനുബന്ധിച്ച് 600ഓളം പേർ കൊല്ലപ്പെട്ടതിന്റെ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള നിജസ്ഥിതി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നീട് ഒരു മറുപടിയും ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. റഡാർ സംവിധാനം ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള മിസൈലാണ് ഗസയിലെ ആശുപത്രിക്ക് നേരെ വന്നത് എന്നത് വ്യക്തമാക്കി കൊടുക്കണം എന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് അന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലുമുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന പ്രതിഷേധങ്ങൾ റഷ്യയുടെ പ്രസിഡന്റ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇസ്രായേൽ നടത്തിയത്, അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ലെബനാന് തങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്നു, എല്ലാ തരത്തിലുള്ള സഹായങ്ങളും റഷ്യയുടെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളൊരു പ്രസ്താവന ഇതോടനുബന്ധിച്ച് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയതോട് കൂടിയിട്ടാണ് ഈ യുദ്ധത്തിന് മറ്റൊരു തലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിലവിലെ സാഹചര്യം സങ്കീർണമായ രീതിയിലേക്ക് പോകുന്നു. ഇസ്രായേൽ കൈവിട്ട് കളിക്കുകയാണ്. നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളത് അവർക്കൊരു ആനന്ദമായിട്ട് കാണുന്നു. ഇതൊന്നും കണ്ടിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റേതായിരിക്കുന്ന പ്രസ്താവനയായിട്ട് ചില മീഡിയകൾ വന്നത്. സ്ഥിരീകരണമില്ലെങ്കിൽ പോലും റഷ്യയുടെ നിലപാട് ഏറെക്കുറെ ഇസ്രായേലിനെതിരാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നിലവിലെ സാഹചര്യം സങ്കീർണമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഹമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടനുബന്ധിച്ച് ആ യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. അതോടനുബന്ധിച്ചാണ് ഇറാൻ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. ഇറാനെ സഹായിക്കാൻ വേണ്ടി റഷ്യയിൽ നിന്ന് ഇന്ന് അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ഇറാന്റെ എയർപോർട്ടിലേക്ക് എത്തുന്നു. തുടർച്ചയായ രീതിയിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ ആയുധങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോ ഈ ലെബനാനിലുള്ള കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് അതോടനുബന്ധിച്ച് തന്നെ ഏകദേശം 600 ചില്ലാൻ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും മരണങ്ങളൊന്നും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇസ്രായേലിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേലിനേക്കാൾ എതിര്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്കാൾ ശത്രുതയായിട്ട് റഷ്യ ഇപ്പോൾ കാണുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഇടപെടലുകളും പ്രതിരോധവുമാണ്. ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. ഒരു വിജയം കാട്ടിക്കൊടുക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് വലിയ നാണക്കേടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ആയുധ ശക്തിയായിരിക്കുന്ന ഒരു രാജ്യം നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു നാണക്കേട് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ മേലെ ഒരു വിജയം ഉണ്ടാവണമെങ്കിൽ ഉക്രൈനെ കൈവിട്ടുകൊണ്ട് സഹായിക്കുന്ന രീതിയാണ് അമേരിക്ക ആദ്യഘട്ടത്തിൽ തന്നെ പിന്തുടരുന്നത്. ഏറെക്കുറെ ഒരു 15 ദിവസം കൊണ്ട് ആ രാജ്യം അട്ടിമറിക്കാനോ അതല്ലെങ്കിൽ ഭരണാധികാരിയെ ഇല്ലാതാക്കാനോ ആധിപത്യം ഉണ്ടാക്കാനോ റഷ്യക്ക് സാധിക്കും എന്നുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം തന്നെ ആരംഭിച്ചത്. ഇപ്പോൾ വർഷം 2.5 ആയിട്ടും അവിടെയായിട്ടും ബന്ധപ്പെട്ട് യാതൊരു വിജയം ഇല്ലാത്ത ഒരു പരിസ്ഥിതി ഉണ്ടായതും ലോകത്തിന് മുമ്പിൽ ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം ചെറുതായി പോകുന്നതും അവിടെ അമേരിക്കയുടെ സൈനികരും ആയുധങ്ങളും ഈ റഷ്യൻ സൈനികർക്കെതിരെ യുദ്ധം ചെയ്യുന്നു എന്നതിനാൽ മാത്രമാണ്. അപ്പൊ അവിടെ ഒതുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞ് റഷ്യയും അറബ് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നു എന്നൊക്കെ പറയാന്നല്ലാതെ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലാണ്. അമേരിക്കയുടെ ആയുധങ്ങളാണ്, ബ്ലസ്റ്റർ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയുടെ നിർമ്മിതമാണ്. അതാണ് ഇസ്രായേൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ സൈന്യങ്ങൾ അതിന് വിധേയരാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവൃത്തി മുഴുവൻ ചെയ്യുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്താനുള്ള ഒരു ബലവും ഒരു ശക്തിയും ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എന്താണ് ഇസ്രായേലിന്റെ നിലപാട് എന്നുള്ളത് UN സഭയിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതോടുകൂടി ലോകത്തിന് വ്യക്തമായിരിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് സാധിക്കും
എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തുടർന്നു. മിഡിൽ ഈസ്റ്റിന്റെ ഏത് ഭാഗത്തും ഞങ്ങളുടെ ആയുധങ്ങൾ എത്താത്ത ഒരു മേഖലയില്ല. ഇറാന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇറാന്റെ ഏത് മേഖലയിലേക്കും ആക്രമിക്കാൻ പാകത്തിൽ ഞങ്ങൾക്ക് സൈനികപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് UN സഭ എന്ന് പറഞ്ഞ 200ഓളം രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ പൊതുസഭയിൽ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി മാത്രം സംസാരിക്കേണ്ട ഒരു മേഖല ഇരുന്നു കൊണ്ടാണ് ആ രാജ്യങ്ങളെ അല്ലെങ്കിൽ UN സഭയെ തന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ UN സഭയെ തന്നെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തിയിട്ട് ആർക്കും ഒരു എതിർപ്പില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ആർക്കും എന്ന് പറഞ്ഞാൽ അമേരിക്ക അടങ്ങുന്ന സംഘത്തിന്. ഒരുപാട് ആൾ 20-ലധികം രാജ്യത്തിലെ പ്രതിനിധികൾ ആ സഭ വിട്ടുപോയത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്. ബാക്കി ശേഷിക്കുന്ന ആളുകൾ ആരും ഒരു കുറഞ്ഞ ആൾക്കാരൊക്കെ ഇയാളുടെ പ്രസംഗം വരുന്ന സമയത്ത് കൈയടിക്കുന്നതൊക്കെ അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അമേരിക്ക പൂർണ്ണമായിരിക്കുന്ന പിന്തുണ എല്ലാ തലത്തിലും എല്ലാ നേരത്തും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രസംഗമാണ് ബെഞ്ചമിൻ നെതന്യാഹു UN സഭയിൽ അവതരിപ്പിച്ചത്. മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾക്ക് എത്തപ്പെടാൻ വേണ്ടി സാധിക്കും എന്ന് വെച്ചാൽ എല്ലാ പ്രദേശത്തും വേണമെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നോ അതിന് സംവിധാനങ്ങളുണ്ട് എന്നോ ക്ലിപ്തപ്പെടുത്തുകയാണ് അവിടെ. അതിന്റെ കാര്യം അമേരിക്ക എല്ലാ സമയത്തും കൂടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ പേരെടുത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇറാനിൽ വെച്ചാണ് ഹമാസിന്റെ നേതാവ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇവരുടെ ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ ഇറാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അങ്ങനെ ഇറാൻ തന്നെയാണ് ഏറെക്കുറെ ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് എന്ന് പറയാതെ പറയുന്ന രീതിയൊക്കെ നമുക്ക് അതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനപരമായിരിക്കുന്ന കാര്യമോ വെടിനിർത്തലോ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. കാര്യം എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക, അതായത് ഈ യുദ്ധത്തിൽ ഒരു വിജയം ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. യൂറോപ്യന്മാരും ഏറെക്കുറെ ഇതിൽ പിന്തുണയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് പരാജയം ഉണ്ടാകുന്ന സമയത്ത് അറബ് മേഖലയിൽ വല്ലാത്ത രീതിയിൽ അമേരിക്ക പിന്നോക്കം പോകേണ്ടി വരും എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. അപ്പോൾ വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു മേഖല എന്ന നിലക്ക് ഈ ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു പോകുന്നതിൽ വലിയ പ്രയാസം അമേരിക്ക ഭാവിയിൽ അനുഭവിക്കുമെന്നതിനാൽ ഇസ്രായേലിനെ ഇവിടെ കുടിയിരുത്തുക നിലനിർത്തുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് എത്ര പ്രതിസന്ധി എത്ര വിഷയങ്ങൾ ഉണ്ടായാലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മുൻപ് കാലത്ത് 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകാൻ തന്നെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടന്റെയും പിന്തുണയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഒരു രാജ്യം നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായത് ബ്രിട്ടനിൽ നിന്നാണ്, എന്നാൽ ഇസ്രായേൽ സ്വതന്ത്രമായത് ആരിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അങ്ങനത്തെ ഒരു നിലപാട് കാര്യങ്ങളൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്, അവർ തന്നെ പാലസ്തീനെ കുറച്ച് ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞ ആ പ്രദേശമൊക്കെ തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അവരുടെ രാജ്യം അവർ പ്രഖ്യാപിക്കുന്നു. അതിന് അമേരിക്കയും ബ്രിട്ടനും പിന്തുണക്കുന്നു. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം UN സഭയിൽ അത് അവതരിപ്പിക്കുന്നു, അങ്ങനെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ പാലസ്തീന്റെ ഭൂപ്രദേശം ആ പ്രദേശമായിട്ട് കാർഷിക മേഖല പോലുള്ള പ്രദേശമായിട്ട് അവിടെ കുറച്ച് സംഘങ്ങളും അല്ലെ കുറച്ച് അറബികളും ഉണ്ട് എന്ന് മാത്രം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് പലസ്തീൻ അറിയപ്പെട്ടത് എന്നുള്ള സത്യമാണ്. അതിന് മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ഇസ്രായേലിനെ പിന്തുണച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. രണ്ട് രാഷ്ട്രങ്ങൾ, അതായത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ലോകരാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് എത്തിക്കാൻ വേണ്ടി ഒരു അറബ് രാജ്യങ്ങൾക്കും ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നതും ആ രാജ്യത്താണ് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ 10 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പ്രതിഷേധങ്ങളൊക്കെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും തെരുവോരങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉടനീളം നടന്നിട്ടുണ്ട്, ഗ്രാമപ്രാന്ത നഗര പ്രദേശങ്ങളിൽ മുഴുവനും. പക്ഷെ അറേബ്യൻ മേഖലയിലൊന്നും അത്തരം ഒരു പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടില്ല. അവിടുത്തെ പ്രത്യേകപരമായിരിക്കുന്ന നയനിലപാടിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നത്. ഏതായിരുന്നാലും അവിടെ നിന്ന് നമുക്ക് ഇത്തരം ഒരു പ്രതിഷേധങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടായത് എന്നുള്ളതും പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു തലങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം റഷ്യയുടെ നിലപാട് വളരെ നിർണായകമായിരിക്കും. റഷ്യ സഹായിക്കുകയാണെങ്കിൽ ഇറാനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ വിഭാഗത്തെയോ. അപ്പൊ ഈ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പൊ പറയുന്ന ഹൂത്തികൾ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും റഷ്യയുടെ നിർമ്മിതമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏറെക്കുറെ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഇറാഖിൽ നിന്ന് തന്നെ ഇസ്രായേലിലേക്ക് പല ഘട്ടങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആയുധങ്ങളൊന്നും യഥാർത്ഥത്തിൽ അവര് മലീഷ്യ വിഭാഗങ്ങൾ ആയുധ നിർമ്മാണ ഫാക്ടറി ഒന്നും അവർക്കില്ല. രാജ്യങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ അവരുടെ കൈവശത്തിലേക്ക് എത്തുന്നു. അത് കണ്ടുപിടിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഏതായിരുന്നാലും യുദ്ധത്തിന്റെ രീതികളും യുദ്ധത്തിന്റെ അവസ്ഥകളും ഇപ്പോഴും കൃത്യമായ രീതിയിൽ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിക്കണം. ആർക്ക് ജയിക്കണമെങ്കിൽ ഇവിടെ അമേരിക്ക തോൽക്കണം.
ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിക്കണമെങ്കിൽ ഇസ്രായേൽ തോൽക്കണം. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ കെട്ടുപിടിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതോടൊപ്പം തന്നെ ചൈനക്ക് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകപരമായിരിക്കുന്ന താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇസ്രായേൽ ശക്തി കുറയണം. ഇസ്രായേൽ ശക്തി കുറയണമെങ്കിൽ അമേരിക്ക ആയുധം ഇസ്രായേൽ നൽകുന്നത് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ മേഖലയിൽ വലിയ പരാജയം ഇസ്രായേൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ എന്ന രീതിയിലേക്കൊക്കെ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. റഷ്യ നേരിട്ടുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും വലിയ ആഘാതം ഉണ്ടാകുന്ന യുദ്ധത്തിലേക്ക് ഈ മേഖല നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.